പപ്പ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഒരു കവർ എന്തായാലും പപ്പയുടെ കയ്യിലുണ്ടാവും. ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ടും പപ്പ ഞാൻ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജിലേബിയുടെ കവറോ ലഡുവിൻ്റെ കവറോ എന്തെങ്കിലും പപ്പയുടെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഒരു കിളിക്കൂട് പോലത്തെ ഒരു വീടായിരുന്നു ഞങ്ങളുടെ. ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് അമ്മിച്ചിയുടെ ബഹളം, അമ്മിച്ചിയുടെ വഴക്ക്, വെളിച്ചെണ്ണ കുപ്പി കൊണ്ടുള്ള ഇടി അങ്ങനെ അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ചു, എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ കടമൊന്നും, വളരെ പ്ലാൻഡായിട്ട് എൻ്റെ അമ്മച്ചിയും പപ്പയും ജീവിച്ചത്. അപ്പം എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു വലിയ കടബാധ്യത എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അതെ. അപ്പോഴും അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞ് മനസ്സിലാക്കാൻ ഒന്നും പറ്റിയില്ലേ? ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ വിധി പോലെ വരുമല്ലോ. അതിനൊന്നും എനിക്ക് അങ്ങനെ ആരോടും പരാതിയൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ഹാപ്പിയാണ്. കാരണം അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വന്നു. അതിനെ ഞാൻ മാക്സിമം നമ്മൾ മുന്നോട്ട് പോയി, അതിലൂടെ മുന്നോട്ട് പോയി. അപ്പോഴൊക്കെ ആരോ ഇപ്പോഴും പിള്ളേരെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്, ജീവിക്കാനായിട്ട് സ്നേഹം മാത്രം മതി, എന്നെ ബഹുമാനിക്കുന്ന പുരുഷൻ, എന്നെ സ്നേഹിക്കുന്ന പുരുഷൻ, അങ്ങനെ മതി, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി, എന്നെ ബഹുമാനിക്കുന്ന പെൺകുട്ടി, എന്താ ജോലിയില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സ്നേഹം അടുപ്പിലിട്ട് പുഴുങ്ങിയാൽ അരി ആവില്ല, അതിന് പൈസ തന്നെ വേണം. ഈ നമ്മളിപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഇങ്ങനെ ഓടാൻ പ്രാപ്തിയുള്ള സമയമാണ്. ഓടി പൈസ സമ്പാദിക്കണം, പൈസ ഉണ്ടാവണം, പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് വിചാരിച്ചത്. എനിക്കൊക്കെ കല്യാണം കഴിച്ചോളാൻ വയ്യായിരുന്നു, അങ്ങനെയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല. നമുക്ക് ഓഫ് കോഴ്സ് ബഹുമാനം വേണം, സ്നേഹം വേണം, ഒക്കെ വേണം. പക്ഷേ അൾട്ടിമേറ്റായിട്ട് നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കിഡ്നി വിൽക്കാൻ വരെ പോയ ഒരാളാണ് ഞാൻ. അത്രയും സ്ട്രഗിൾഫുള്ളായിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോയി 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 ഇനി എനിക്ക് പോകാനായിട്ട് ഇനിയും താഴേക്ക് പോകാൻ സ്ഥലമില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് വേണ്ട, ജീവിക്കണ്ട എന്ന് വെച്ചാൽ. അപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ മകൻ ഒന്നും അറിയാതെ ഭൂമിയിലോട്ട് വന്നൊരു കുഞ്ഞല്ലേ. പിന്നെ അമ്മച്ചി, പപ്പ, അവർക്കൊന്നും ഒന്നും അറിയില്ലല്ലോ. അപ്പം പിന്നെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. പക്ഷേ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീട്ടിൽ അങ്ങനെ ഇവിടുത്തെ മലയാളികൾ എനിക്കൊരു ടിഷ്യൂ തരുമോ? നിങ്ങളിതൊക്കെ തയ്യാറാക്കി വെച്ചേക്കുവാണല്ലേ, ഇതിൻ്റെ ആവശ്യം വരുമെന്ന് നിങ്ങൾക്കറിയാം. കരയെന്ന് വിചാരിച്ചതാ. അല്ല, ശരിക്കും നമ്മൾ എന്താ പറയുക, കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ കുടുംബത്തിൽ വന്നതാണെങ്കിൽ, എനിക്കിപ്പോൾ മഞ്ജു പറയുന്ന അനുസരിച്ച് ഓക്കെ, നമ്മൾ നാളെ കല്യാണം കഴിച്ചു, നിങ്ങളുടെ വീട്ടിലത്തെ പോലെ സ്നേഹമുള്ള ഒരു ഭാര്യ ഭർത്താവ് കുടുംബം, അങ്ങനെ സ്മൂത്തായിട്ട് പോവാം, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. ദൈവം നമുക്ക് തരുന്ന ഓരോ വിധി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നേരെ വിപരീതമായിട്ടുള്ള സ്നേഹമൊക്കെ നമുക്ക് ഈ മാറ്റർ വിടാം. അല്ല, ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ആരും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൂടായിക ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഇതിലൂടെ എല്ലാം ഒരാളുടെ ലൈഫ് പോകും. ആ സമയത്ത് ഇതേപോലെ നമുക്ക് മരിച്ചു കളയാൻ തോന്നും. ഒരു കൈ എവിടെന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോവും. എന്തെങ്കിലും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ പലവട്ടം. ഞാനൊരു പേടിത്തൊണ്ടി ആയതുകൊണ്ട് ചെയ്യാതിരുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ധൈര്യം ഉണ്ടാവും. എനിക്കിങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് അത്ര വലിയ അത്ഭുതമായിട്ട് തോന്നാറില്ല. കാരണം അന്നേരം അയാൾ അനുഭവിക്കുന്ന സംഘർഷം, അത് ഞാനതിലൂടെ പല പ്രാവശ്യം കടന്നു പോയ ഒരാളാണ്. പൊട്ടിക്കരഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരഞ്ഞ ദിവസങ്ങളുണ്ട്. അന്നൊക്കെ ആരെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ചിരിയോ ഒരു സമാധാനിപ്പിക്കലൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്നേരം ആരാണ് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലേക്ക് പോവണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട? ഒരേ ഒരാളേ ഉള്ളൂ, മോൻ. അവൻ്റെ മുഖം കാണുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നൂല. അവനിങ്ങനെ നോക്കണ കാണുമ്പോൾ അയ്യോ ആ കണ്ണ് എനിക്കത് എൻ്റെ തന്നെ കണ്ണുകൾ നിറയണം. അവൻ മാത്രമാണ് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരാൾ ഇന്നും. ഇപ്പോഴും മോന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓട്ടവും എല്ലാം.
ശരിക്കും നമുക്ക് മക്കളായി കഴിയുമ്പോഴത്തേക്കും ഞാനും ഒരു അമ്മയല്ലേ, എനിക്കറിയാം. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം കൊടുക്കാൻ നമ്മൾ നോക്കും. ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സെൽഫ് ലവ് വേണം. എല്ലാവരും പറയും നമ്മളെ ആദ്യം സ്നേഹിക്കണം, എന്നിട്ടേ മക്കളെ സ്നേഹിക്കാവുള്ളൂ, മറ്റുള്ളവരെ. പക്ഷേ പലർക്കും പറ്റില്ല പറ്റില്ല. നമുക്ക്. മക്കൾ നമ്മള് കഴിഞ്ഞിട്ട് ഈവൻ നമുക്ക് അങ്ങനെ സ്നേഹത്തിലൊക്കെ തോറ്റു പോകാൻ പാകത്തിനുള്ള മനുഷ്യരാണ് നമ്മള്. ഒരു ഒരു പട്ടിക്കുഞ്ഞിന്റെ സ്നേഹം പോലും ജയിക്കാൻ നമുക്ക് പറ്റില്ല. അതിനെ പോലും അതിനെ പോലും അതിന്റെ സ്നേഹം പോലും വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത നിസ്സാരപ്പെട്ട ജീവികളാണ് നമ്മള്. നമ്മളെ ആരെങ്കിലും സ്നേഹിച്ചാൽ നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിക്കും. നമ്മൾ അന്നേരം നമ്മളെ സ്നേഹിക്കാനല്ല നോക്കുന്നത്, അവരെ വാരിപ്പുണരാനും അവരെ സ്നേഹിക്കാനുമാണ് നോക്കുന്നത്. എനിക്കൊരു പപ്പിക്കുട്ടിയുണ്ട്. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സങ്കടം, ദൈവമേ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ, അവൾക്ക് എന്തെങ്കിലും അത്രയ്ക്കും അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ, ഈ ചിന്തയാണ് നമ്മൾ പലപ്പോഴും തോറ്റു പോണേ. ഇപ്പം എൻ്റെ മോൻ, അവന് ഞാനല്ലാതെ വേറെ ആരോ ഉള്ളേ, അവനെങ്ങനെ ജീവിക്കും ഞാനില്ലാതായ, ആര് വിശക്കുന്ന ചോറ് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അന്നത്തെ ആദിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത്. അവന് ഇത്രയും സ്നേഹനിധിയായ ഒരു അമ്മേനെ കിട്ടുക അവൻ്റെ ഭാഗ്യമാണ്, ഇത്രയും നല്ലൊരു അമ്മേനെ കിട്ടുക. അതുകൊണ്ട് തന്നെയാണല്ലോ അവന് വേണ്ടിയിട്ട് മഞ്ജു പലതും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നും മകൻ്റെ ഓർമ്മ, അത് ദൈവത്തിൻ്റെ ഒരു വിധിയായിരിക്കും. ഒരു സെക്കൻഡിൽ അതും മറന്നുപോയാൽ നമ്മളത് ചെയ്തേക്കാം അല്ലേ. പക്ഷെ ആ സെക്കൻഡിൽ മകൻ്റെ മുഖം ഓർമ്മിപ്പിച്ചുകൊണ്ടല്ലേ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് വരാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴും കൂടെ നല്ലത് പറഞ്ഞു തരാൻ നല്ല കൂട്ടുകാർ അന്നേരം ഉണ്ടായിരുന്നോ? അപ്പം ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ്, എനിക്ക് വെറുതെ അല്ല ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ നല്ല സുഹൃത്തുക്കൾ, നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മുടെ കൂടെ ഒരാളുണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞത് വെറുതെ അല്ല ഭാര്യയ്ക്ക് ശേഷം സിമി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിനെ കണ്ടതിന് ശേഷമാണ്. അതുവരെയുള്ള സൗഹൃദങ്ങളൊക്കെ വിളിക്കുമ്പോൾ ചിരിക്കുന്ന സൗഹൃദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതങ്ങനെയല്ല. അപ്പോൾ സിമിയെ സംബന്ധിച്ച് ഞങ്ങൾ തമാശ പറയും. ഞാനിപ്പോൾ അവളോട് ഇന്ന് പറയണ, എടാ എനിക്കിങ്ങനെ ഒരാളെ കൊല്ലണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവൾ ഉടനെ പറയും, സാരമില്ല, അതൊക്കെ സ്വാഭാവികം, ഒരു കുഴപ്പമില്ല, നമുക്ക് ആരെങ്കിലും വിളിച്ച് ചോദിച്ചു നോക്കാം, നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ അങ്ങനെ നീ വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് നോക്കാം, നമുക്ക് നോക്കട്ടെ കേട്ടോ, ഫോണിൽ നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടോ ഉടനെ ഫോൺ, മോളെ ഒരു ജഡ്ജിനെ കാണുന്നുണ്ട്, നമുക്കിപ്പോൾ അങ്ങനെ പറയുന്നൊരു ഫ്രണ്ടാണ് എൻ്റെ. അതുപോലെ തന്നെ അവള് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ അതെന്ത് ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ ഉണ്ടാവും സിമി. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടില്ല, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടാൻ പാടാണ്. ഭയങ്കര ഭാഗ്യാണത് അങ്ങനെ കിട്ടാന്ന് പറയാം. അതെ. എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും എന്നെ ബാധിക്കാതെ. ഇപ്പൊ ഈ കഴിഞ്ഞ റിയാലിറ്റി ഷോയുടെയൊക്കെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ചീത്തയൊക്കെ കേട്ടത്, പാവം ഇവരാ, സിമിയൊക്കെ നടന്ന് ചീത്ത കേൾക്കുമായിരുന്നു.